കാസർഗോഡ് എന്നുള്ളൊരു വിശേഷത്തിലേക്ക് പോകാം. കാസർഗോഡ് കാടിനെയും കാവുകളെയും അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾ. കാസർഗോഡ് വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തിയ വനമഹോത്സവം കുട്ടികൾക്ക് നവ്യ അനുഭവമായി. ശൂലാപ്പ് കാവ് സന്ദർശിച്ച വിദ്യാർത്ഥികൾ നിരവധി വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. കാസർഗോഡ് ചീമേനി നെടുമ്പയിലെ ശൂലാപ്പ് കാവ്. കവ്വായിക്കായലിൻ്റെ കൈവഴികളിലൊന്ന് പിറക്കുന്നത് ഇവിടെ നിന്നാണ്. കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിടാൻ കഴിയാത്ത നെടുഞ്ചൂരി മത്സ്യങ്ങൾ ശുദ്ധജലം തേടി കുന്നും മലയും തുള്ളിക്കയറി എല്ലാ വർഷവും ശൂലാപ്പ് കാവിലെത്തുന്നു. അംബികാസുധൻ മങ്ങാടിൻ്റെ 2 മത്സ്യങ്ങൾ എന്ന കഥയിലൂടെ പ്രശസ്തമായ ശൂലാപ്പ് കാവിലേക്കായിരുന്നു പാടിക്കീൽ സർക്കാർ UP സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനയാത്ര. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവത്കരണ വിഭാഗം, കാസർഗോഡ് ഇക്കോ ക്ലബ്ബ്, പാടിക്കീൽ സർക്കാർ UP സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വനമഹോത്സവം. കാവുകഥയും പരിസ്ഥിതിയും പരിപാടി സംഘടിപ്പിച്ചത്. പ്രകൃതി വിരുദ്ധത അവസാനിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, നാട്ടിലെ പ്രകൃതിയെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായി വെച്ചിരിക്കുന്നത്, നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ശൂലാപ്പ് കാവിലെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള കാവുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ശൂലാപ്പ് കാവിലേക്കൊരു പഠനയാത്രയും അതോടൊപ്പം തന്നെ കാവിനെക്കുറിച്ചുള്ളൊരു ക്ലാസും സംഘടിപ്പിച്ചത്. 3500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രം കൂടിയാണ് ശൂലാപ്പ് കാവ്. മാത്രവുമല്ല, വെള്ളാളൻ, മാപ്പിടിയൻ, വേട്ടുവർ, മാവിലർ തുടങ്ങിയ ഗോത്രങ്ങൾ താമസിച്ചു വരുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണിത്. ശൂലാപ്പ് കാവിനെ തൊട്ടറിഞ്ഞും ജൈവ വൈവിധ്യങ്ങളും ഹരിതഭംഗിയും ആസ്വദിച്ചുമുള്ള ഈ യാത്ര കുട്ടികൾക്ക് ഒരു നവ്യ അനുഭവമായി മാറി. ശൂലാപ്പ് കാവ് കാണാൻ വന്നതാണ്. കുറേ പഠിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ നല്ല ശുദ്ധ വെള്ളമൊക്കെ ഉണ്ട്. കുറേ കളിക്കെല്ലാം ചെയ്തു. പിന്നെ കാടിലേക്ക് പോയിട്ട് വളഞ്ഞ മരങ്ങളും ഇതൊക്കെ കണ്ട് മാഷ് എന്നിട്ട് വള്ളികളെയും മരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.